എ ക്യാമറ വിവാദത്തിൽ പ്രതിഷേധവുമായി RYF പ്രവർത്തകർ കെൽട്രോൺ ചെയർമാനെ ഘെരാവോ ചെയ്തു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുചക്ര വാഹനങ്ങളിൽ 2 മുതിർന്നവർക്കൊപ്പം ഒരു കുട്ടിയെയും കൊണ്ടുപോകാൻ അനുമതി നൽകാൻ സർക്കാർ ആലോചന. ഇതിനായി നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് തീരുമാനം. ജനങ്ങളുടെ ആശങ്ക സർക്കാർ പരിശോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനുമൊപ്പം കൈക്കുഞ്ഞിനെ ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ടുപോയാലും പിഴ ഈടാക്കുന്ന നിയമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുയർന്നത്. AI ക്യാമറകളിൽ ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് നിയമത്തിൽ ഇളവ് നൽകാനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കുന്നത്. കേന്ദ്ര നിയമമായതിനാൽ ഭേദഗതി വരുത്തേണ്ടതും ഇളവ് നൽകേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം അടുത്ത മാസം 10 ചേരുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കേരളത്തിൽ പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഈ ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ ഉന്നയിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ആവശ്യമായ ഒരു ഭേദഗതി വരുത്തണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. സർക്കാർ തീരുമാനത്തിലെ പിശക് സമ്മതിക്കുന്നതും ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം നിൽക്കുന്നതുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണ്, കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലായി വരുമ്പോൾ ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെയാണ് പഴിചാരിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ഹെൽമറ്റ് ധരിച്ച് രക്ഷിതാക്കൾക്കൊപ്പം യാത്ര ചെയ്യാൻ അനുമതി നൽകുന്ന തരത്തിൽ നിയമ ഭേദഗതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.